നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻസ് ഇൻ ഇന്ത്യ ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് എന്ന പാഠഭാഗമാണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ഖജ്രുഹായെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഖജ്രുഹ ഒരു സിറ്റിയാണ്, മധ്യപ്രദേശിലെ ഛത്തർപൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു സിറ്റിയാണ് ഖജ്രുഹ. അപ്പം ഇത് കൺട്രിയിലെ ഏറ്റവും ലാർജസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള മെഡീവൽ ഹിന്ദു ആൻഡ് ജെയിൻ ടെമ്പിൾസ് ഒക്കെ ഉൾപ്പെടുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല ഇത് എറോട്ടിക് സ്കൾപ്ചേഴ്സിലാണ് ഈ ഒരു ഖജ്രുഹ ഫേമസ് ആയിട്ടുള്ളത്. അപ്പം ഇവരുടേത് ഒരു 1986 മുതൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലായിട്ടും ഈ ഒരു ഖജ്രുഹ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. മാത്രമല്ല ഇന്ത്യയുടെ 7 വണ്ടേഴ്സിൽ ഒന്നായിട്ടും ഖജ്രുഹ കൺസിഡർ ചെയ്യപ്പെടുന്നു. അപ്പം ഈ ഒരു ടൗൺ നെയിം ആദ്യമൊക്കെ ഖജ്രുഹ എന്നായിരുന്നില്ല, പകരം ഖജുർവഹക എന്നുള്ളതായിരുന്നു. അപ്പം ഇത് ഖജുർ എന്നുള്ള സംസ്കൃതം ടേമിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്ത് വന്നത്. അതിനർത്ഥം ഡേറ്റ് പാം എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷമാണ് ആ ഒരു പേര് ഖജുരഹോ എന്നുള്ള പേരിലായിട്ട് മാറ്റപ്പെട്ടത്. അപ്പം ഈ ഒരു ടെമ്പിളിന് ഒരുപാട് സ്കൾപ്ചേഴ്സിന്റെ ഇന്റഗ്രേഷൻ ആണെന്ന് പറഞ്ഞു. അതായത് എറോട്ടിക് സ്കൾപ്ചേഴ്സിൽ തന്നെയാണ് ഈ ഒരു ഖജ്രുഹോ ഫേമസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു സ്കൾപ്ചേഴ്സ് കൂടാതെ തന്നെ ഇതിന്റെ ആർക്കിടെക്ചറൽ ഫോമിലും ഇത് പ്രധാനമായും അറിയപ്പെടുന്ന ഒന്നാണ്. അതായത് ഈ ഒരു സ്കൾപ്ചേഴ്സ് ഡെപ്പിക്ട് ചെയ്യുന്നത് അവരുടെ വേർഷിപ്പ്, അവരുടെ കൾച്ചറൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ മൈനർ ഡേറ്റേഴ്സ്, മാത്രമല്ല സേക്രഡ് ബിലീഫ് സിസ്റ്റം, ഈ കാര്യങ്ങളൊക്കെയാണ് അവരതിൽ സ്കൾപ്ചേർഡ് ആയിട്ടുണ്ടായിരുന്നത്. ഈ സ്കൾപ്ചേഴ്സിലൊക്കെയും 5 കാറ്റഗറീസ് ആയിട്ട് ആണ് ഈ ഒരു സ്കൾപ്ചേഴ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ സ്കൾപ്ചർ കാറ്റഗറിയിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് കൾട്ട് ഇമേജസ് ആണ്. രണ്ടാമത്തെ കാറ്റഗറി കമ്പോസ് ചെയ്യുന്നത് ഫാമിലി, പരിവാർ, അവരണ, ദേവതാര എന്നുള്ള കാറ്റഗറിയിലാണ് മൂന്നാമത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. മൂന്നാമത്തെ കാറ്റഗറിയിൽ അപ്സരാസും സരസുന്ദരിമാരുമാണ് മൂന്നാമത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഇനി നാലാമത്തെ കാറ്റഗറിയിൽ ഇവരുടെ സെക്യുലാർ സ്കൾപ്ചേഴ്സ് ആണ്. അതായത് ഡൊമസ്റ്റിക് സീൻസ്, ഡാൻസേഴ്സ്, മ്യൂസീഷ്യൻസ്, എറോട്ടിക് സീൻസ് ഒക്കെയാണ് നാലാമത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. അഞ്ചാമത്തെ കാറ്റഗറിയിൽ അനിമൽസിന്റെ സ്കൾപ്ചേഴ്സ് ആണ് ഉൾപ്പെടുന്നത്. അപ്പം ഈ സ്കൾപ്ചേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, കൾച്ചറൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളും അവരുടെ സീക്രട്ട് ബിലീഫ് സിസ്റ്റവും സ്കൾപ്ചേഴ്സിൽ ഡെപ്പിക്ട് ചെയ്യുന്നു. കൂടാതെ എറോട്ടിക് സ്കൾപ്ചേഴ്സിലാണ് ഇത് ഫേമസ് ആയിട്ടുള്ളതെന്നും പറഞ്ഞു. മാത്രമല്ല നാലാമത്തെ കാറ്റഗറി സ്കൾപ്ചേഴ്സ് ഉൾപ്പെടുന്നത് ഡൊമസ്റ്റിക് സീൻസും, ഡാൻസേഴ്സും, മ്യൂസീഷ്യൻസും, എറോട്ടിക് കപ്പിൾസും ഒക്കെയാണ്. അപ്പം ഈ ഒരു എറോട്ടിക് സ്കൾപ്ചേഴ്സിൽ തന്നെ ഒരുപാട് ഡൈവേഴ്സ് ഇന്റർപ്രിട്ടേഷൻസ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്കൾപ്ചർ അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതിന് ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് ആണ് വന്നത്. അപ്പൊ അതിൽ ഒന്ന് പറയുന്നത് അവരുടെ ആ ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ മോറൽ സ്റ്റാൻഡേർഡ്സ് ആണ് അതിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നതെന്നാണ്. ചില ആൾക്കാർ പറയുന്നത് ആൻഷ്യന്റ് ടെക്സ്റ്റ് ആയിട്ടുള്ള കാമസൂത്രയിലുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, ആ ഒരു കാര്യങ്ങളൊക്കെ ഡെപ്പിക്ട് ചെയ്യുന്നതാണ് ഈ ഒരു എറോട്ടിക് പോസ്ചേഴ്സ് എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഖജ്രുഹോയുടെ ആദ്യത്തെ, അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഖജ്രുഹോ ആദ്യത്തെ പേര് ഖജ്രുവഹക എന്നുള്ളതായിരുന്നു. അത് സംസ്കൃതം ടേം ആയിരുന്നു. അതിന്റെ മീനിങ് വരുന്നത് ഡേറ്റ് പാം എന്നാണ്. അതിനുശേഷമാണ് ഖജ്രുഹോ എന്നുള്ളൊരു പേര് വന്നത്. അപ്പൊ ഇത് കൂടുതലായിട്ടും അറിയപ്പെടുന്നത്, അപ്പൊ ഇത് ഇന്ത്യയിൽ ഇപ്പോഴും പ്രശസ്തമായിട്ട് ഇതിന്റെ റിലീജിയസ് അതേപോലെ ആർക്കിടെക്ടറൽ ഫോംസിലാണ് ഇത് പ്രധാനമായും ഇപ്പോഴും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഖജ്രുഹോ ഫേമസ് ആയിട്ടുള്ളത് എറോട്ടിക് സ്കൾപ്ചേഴ്സിലാണ്. അവരുടെ സ്കൾപ്ചേഴ്സിലെല്ലാം തന്നെ വർഷിപ്പിനെ കുറിച്ചിട്ടും മൈനർ ഡേറ്റീസിനെ കുറിച്ചിട്ടും അവരുടെ സേക്രഡ് ബിലീഫ് സിസ്റ്റത്തെ കുറിച്ചിട്ടും ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഈ ഒരു സ്കൾപ്ചേഴ്സ് 5 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി വരുന്നത് ഫോമൽ കൾട്ട് ഇമേജസ് ആണ്. രണ്ടാമത്തെ കാറ്റഗറി വരുന്നത് ഫാമിലി, പരിവാർ, അതാണ് ഫാമിലി, പിന്നെ പാർവ, അവരണ, ദേവതാസ് ഒക്കെയാണ്. മൂന്നാമത്തെ കാറ്റഗറിയിൽ അപ്സരാസും സരസുന്ദരീസുമാണ് മൂന്നാമത്തെ കാറ്റഗറീസിൽ വന്നിട്ടുള്ളത്. നാലാമത്തെ കാറ്റഗറീസിൽ വരുന്നത് ഡൊമസ്റ്റിക് സീൻസ്, ഡാൻസേഴ്സ്, മ്യൂസീഷ്യൻസ്, എറോട്ടിക് സീൻസ് ഒക്കെയാണ് വരുന്നത്, എറോട്ടിക് കപ്പിൾസിന്റെ ഒക്കെയാണ്. അഞ്ചാമത്തെ കാറ്റഗറി അനിമൽസിന്റെ സ്കൾപ്ചേഴ്സ് ഒക്കെയാണ്. അപ്പം ഈ ഒരു സ്കൾപ്ചേഴ്സിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറീസും ഇന്റർപ്രിട്ടേഷൻസും ഒക്കെയാണ് വരുന്നത്.
അപ്പൊ ഇത്ര തന്നെയാണ് ഖജ്റൂഹയെ കുറിച്ചിട്ട് പറയാനുള്ളത്. അടുത്തത് ബിംബേദ്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ബിംബേദ്ക പറയുമ്പോൾ ബിംബേദ്ക ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ റൈസൻ ഡിസ്ട്രിക്റ്റിലാണ് ബിംബേദ്ക ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഏരിയ റോക്ക്, അതായത് റോക്ക് ആർട്ട് ഏരിയ എന്നുകൂടെ ഈ ഒരു ഏരിയ അറിയപ്പെടുന്നുണ്ട്. ഒരുപാട് റോക്ക് സിസ്റ്റം ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ മെയിൻ ആയിട്ടും ഇതില് ഒരു ഹ്യൂമൻ ഓക്യുപ്പേഷന്റെ, അതായത് ഓരോ ഹിസ്റ്ററീസിലുമുള്ള ഹ്യൂമൻ ഓക്യുപ്പേഷന്റെയും അവരുടെ റിലീജിയസ് കാര്യങ്ങളും അവരുടെ ഒരു ലൈഫ് അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു എവിഡൻസ് കൂടെയാണ് ആ ഒരു റോക്കിലെ സ്കൾപ്ചർ ആയിട്ടുള്ളത്. അപ്പം ഇവിടെ ഏകദേശം 700ഓളം റോക്കുകളും അതിൽ 400ഓളം കേവ്സില് അവരുടെ പെയിന്റിങ്സ് ആണ് അവരതിൽ റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്. അതായത് മെസോലിത്തിക് മുതൽ മെഡിവൽ പീരീഡ് വരെയുള്ള കാലഘട്ടങ്ങളാണ് ആ ഒരു 400 കേവുകളിലും പെയിന്റിങ്സ് ആയിട്ട് റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പെയിന്റിങ്സ് എല്ലാം അവരുടെ പാലിയോലിത്തിക് പീരീഡ് മുതൽ ഹിസ്റ്റോറിക് പീരീഡ് വരെയുള്ള അവരുടെ കൾച്ചറൽ അല്ലെങ്കിൽ അവരുടെ എക്സിസ്റ്റൻസിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പം അവിടെ കണ്ടെത്തിയിട്ടുള്ള ആധുനിക കലകളെല്ലാം തന്നെ എക്സ്പേർട്ട് പറയുന്നത് അവിടെ ഒരു ജീവൻ നിലനിന്നിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ടാണ് കണക്കാക്കപ്പെടുക എന്നാണ് പറയുന്നത്. സ്റ്റോൺ ഏജ് ഒക്കെ ആയപ്പോഴേക്കും ആൾക്കാരുടെ ഒരു ഡെവലപ്മെന്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവരപ്പോഴേക്കും സ്റ്റോൺ റിലേറ്റഡ് അല്ലെങ്കിൽ സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതലായിട്ടും ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് സ്റ്റോൺ കാലഘട്ടം. അപ്പൊ പാലിയോലിത്തിക് പീരീഡ് മുതൽ ആ ഒരു ത്രൂ ഔട്ട് ദ പാലിയോലിത്തിക് പീരീഡിലൊക്കെയും ഹ്യൂമൻസ് ഫുഡ് ഗ്യാദേഴ്സ് ആയിരുന്നു. അതായത് ഓരോ സ്ഥലങ്ങളിലും താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാര് അവിടെ തന്നെ അവര് ഫുഡ് ഗ്യാദർ ചെയ്ത് കാട്ടിലുള്ള മൃഗങ്ങളെയും ഹണ്ട് ചെയ്ത് അവിടെയുള്ള ഫലഭൂയിഷ്ഠ സാധനങ്ങളെയൊക്കെ അവരെ കളക്ട് ചെയ്തുകൊണ്ട് അവിടെ തന്നെ പാചകം ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് പാലിയോലിത്തിക് പീരീഡ്. അവിടെയാണ് ഒരു ഹ്യൂമൻസിന്റെ കുറച്ചുകൂടി ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു പെയിന്റിങ്സ് ഒക്കെ നമുക്ക് തരുന്നൊരു ഇൻസൈറ്റ് എന്ന് പറയുന്നത് പീപ്പിൾസിന്റെ, അതായത് അവരുടെ ഹണ്ടിങ് ഗ്യാദറിങ് ആയിട്ടുള്ള ഒരു കൾച്ചറിനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ മെയിൻ ആയിട്ടും പറയുന്നത്. അപ്പൊ അടുത്ത് പറയുന്നത് എടക്കൽ കേവുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ എടക്കൽ കേവ്സ് 2 നാച്ചുറൽ കേവുകളാണ് എടക്കൽ കേവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ മൈസൂരിലെ ഒരു ഉയർന്ന പർവ്വതങ്ങളെ മലബാർ തീരത്തെ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പുരാതനമായ ഒരു വ്യാപാര പാതയുണ്ട്. അപ്പൊ ആ പാതയ്ക്ക് സമീപത്ത് തന്നെയാണ് ഈ ഒരു എടക്കൽ കേവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കേവുകൾക്കുള്ളില് ഈ പ്രദേശത്തെ പുരാതനമായ മനുഷ്യന്മാരുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ എക്സിസ്റ്റൻസിനെയാണ് കാണിക്കുന്നത്. അത്തരത്തില് മനുഷ്യന്മാര് ജീവിച്ചു പോകുന്നൊരു സ്ഥലമാണെന്ന് കാണിക്കുന്ന എവിഡൻസ് തരുന്ന രീതിക്കുള്ള ചിത്രങ്ങളും കൊത്തുപണികളും ആ കേവുകളിൽ മുഴുവനായിട്ടും ഉണ്ട്. അപ്പോ എടക്കൽ കേവ്, എടക്കൽ ഗുഹകൾ എന്ന പേര് മാത്രമേ ഉള്ളൂ. അത് ശരിക്കും ഒരു ഗുഹയായിട്ട് ഫോം ചെയ്തതല്ല. പകരം ഒരുപാട് പാറക്കെട്ടുകൾക്കിടയിൽ ഒരു പാറക്കെട്ട് ഫോം ചെയ്ത് അതിനെയാണ് എടക്കൽ കേവ്സ് എന്ന് പറയുന്നത്. അപ്പം എടക്കൽ എന്ന് പറയുന്നത് തന്നെ രണ്ടിനും നടുവിൽ എന്നുള്ളതാണ്. അപ്പൊ പാറകൾക്കിടയിൽ ഒരു പാറ ഫോം ചെയ്തതിന്റെ ബേസിലാണ് എടക്കൽ കേവ്സ് അല്ലെങ്കിൽ എടക്കൽ ഗുഹകൾ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ആ കേവ്സിലെല്ലാം തന്നെ മനുഷ്യന്മാരുടെ എക്സിസ്റ്റൻസ് സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും കൊത്തുപണികളും ഉണ്ടായിരുന്നു. അപ്പം എടക്കൽ ഗുഹാചിത്രങ്ങൾ അവരുടെ വ്യാപ്തിയിലും കോംപ്ലക്സിറ്റിയിലുമാണ് ഏറ്റവും പ്രധാനം അർഹിച്ചത്. അപ്പം 1895 തന്നെ ഇതിന്റെ ഈ ഒരു ഗുഹകൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ഇത് കണ്ടെത്തിയത് 1895 അപ്പൊ അന്ന് മുതൽ തന്നെ വിനോദസഞ്ചാരികൾക്കൊക്കെ ഏറ്റവും കൂടുതലും അത്ഭുതകരവും ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ആയിരുന്നു എടക്കൽ കേവ്സ്. അടുത്തത് ഇനി പറയാൻ പോകുന്നത് മഹാബലിപുരത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ മഹാബലിപുരം മഹാമല്ലപുരം എന്നും കൂടെ അറിയപ്പെടുന്നു. ഇപ്പൊ തമിഴ്നാട്ടിലെ ചെങ്കൽപ്പെട്ട് ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു മഹാബലിപുരം അല്ലെങ്കിൽ മാമല്ലപുരം സ്ഥിതി ചെയ്യുന്നത്. ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിന്റെ 7th 8th സെഞ്ചുറി ഹിന്ദു ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സിൽ പേര് കേട്ട ഒരു സൈറ്റ് കൂടെയാണ് മഹാബലിപുരം അല്ലെങ്കിൽ മാമല്ലപുരം. അപ്പം ഇത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫേമസ് ടൂറിസ്റ്റ് സൈറ്റ് കൂടെയാണ്. അപ്പം ഈ ഒരു പ്ലേസിന്റെ ആൻഷ്യന്റ് നെയിം തിരുക്കടമല്ലൈ എന്നുള്ളതായിരുന്നു. അപ്പം ഇത് ചെന്നൈ മെട്രോപൊളിറ്റൻ ഏരിയയിൽ കൂടെ വരുന്ന ഒരു ഭാഗം കൂടെയാണ് മാമല്ലപുരം.
പല്ലവ കിങ്ഡത്തിലെ 2 മേജർ പോർട്ട് സിറ്റീസിലെ ഒന്നുകൂടെയാണ് മാമല്ലപുരം. അപ്പം ഈ ടൗണിന് ഇങ്ങനെ ഒരു നെയിം കിട്ടാൻ അവിടുത്തെ പല്ലവ കിങ് ആയ നരസിംഹവർമ്മനിൽ നിന്നാണ് ഈ ഒരു മാമല്ലപുരം എന്നുള്ള പേര് കിട്ടിയത്. കാരണം അദ്ദേഹം മാമല്ല എന്നും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എക്കണോമിക് പ്രോസ്പെരിറ്റിക്ക് ഒപ്പം തന്നെ ഇതിന് ഒരു രാജകീയ സ്മാരകങ്ങളുടെ ഒരു സ്ഥലം കൂടെ ആയിട്ടാണ് മഹാബലിപുരം കണക്കാക്കപ്പെടുന്നത്. അപ്പം ഇതിന് ഏകദേശം ഇതിന്റെ ഒരു കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് ഇതിന്റെ മൊണുമെന്റ്സിനെ കുറച്ച് ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തതാണ് മോണോലിത്സ് എന്ന് പറഞ്ഞാൽ ഫ്രീ സ്റ്റാൻഡിങ് ടെമ്പിൾസ് ആണ്. അപ്പം ഏകദേശം 5 ഫ്രീ സ്റ്റാൻഡിങ് ടെമ്പിൾസ് ആണ് ഇവിടെ ഉള്ളത്. മെയിൻ മോണോലിത്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ധർമ്മരാജ രഥ, ഭീമരഥ, അർജുന രഥ, ദ്രൗപദി രഥ, നകുല സഹദേവ രഥ. ഈ ഇത്രയും ടെമ്പിൾസ് ആണ്, ഈ ഇത്രയും കൺസ്ട്രക്ഷൻസ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇതെല്ലാം ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ടുള്ള മോണോലിത്സ് ആണ്. അടുത്തത് മണ്ഡപാസ് ആണ്. അപ്പൊ മണ്ഡപാസ് എല്ലാ കേവ്സും ഉൾപ്പെടുന്നതാണ് മണ്ഡപാസ്. വരഥ കേവ് 1, വരഥ കേവ് 2, മഹിഷമർദ്ദിനി കേവ്, ധർമ്മരാജ മണ്ഡപ, കൃഷ്ണ മണ്ഡപ, പഞ്ചപാണ്ഡവ മണ്ഡപ, ഇതെല്ലാമാണ് ഈ മണ്ഡപാസിൽ ചിലത്. പിന്നെ ടെമ്പിൾ ആണ്. അപ്പൊ വിജയനഗര പീരീഡ് ടൈമില് പിന്നീട് ആഡ് ചെയ്യപ്പെട്ട ടെമ്പിൾ ആണ് തൽസായന പെരുമല ടെമ്പിൾ. അപ്പം ഇതാണ് ഈ ഒരു ടെമ്പിളിന്റെ കാര്യത്തില്. പിന്നീട് സ്കൾപ്ചേർഡ് സീനുകളാണ്. അതായത് ഈ സീന് ഉൾപ്പെടുന്നത് ഗജലക്ഷ്മി, അതായത് ഗജലക്ഷ്മിയുടെയും മഹിഷാസുരമർദ്ദിനിയുടെയും അർജുന പെനൻസിന്റെയും റോയൽ പോർട്രേറ്റും ഒക്കെ, അതായത് ആർട്ടിസ്റ്റിക് മാർവൽസ് ഒക്കെ ഷോ ചെയ്യുന്ന സ്കൾപ്ചേഴ്സ് ഒക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മഹാബലിപുരത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്. അതായത് മാമല്ലപുരം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പം ഈ ഒരു പേര് കിട്ടാനുള്ള റീസൺ തന്നെ പല്ലവ കിങ്ങായ നരസിംഹവർമ്മനിൽ നിന്നാണ് ഈ ഒരു പേര് കിട്ടിയത്. കാരണം അദ്ദേഹം മാമല്ല എന്നും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എക്കണോമിക് പ്രോസ്പെരിറ്റിക്കൊപ്പം തന്നെ ഒരു കൂട്ടം രാജകീയ സ്മാരകങ്ങളുടെയും കൂടെ കലവറയായിരുന്നു ഈ ഒരു മഹാബലിപുരം. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ ചെങ്കൽപ്പെട്ട് ഡിസ്ട്രിക്റ്റിലാണ്. അപ്പം ഓരോ മൊണ്യുമെന്റ്സിനും അത് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ട രീതിക്ക് അനുസരിച്ചിട്ട് ഓരോന്നും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് മോണോലിത്സ്, മണ്ഡപാസ്, ടെമ്പിൾ, സ്കൾപ്ചേർഡ് സീൻസ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 3ാമത്തെ അധ്യായത്തിൽ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.